തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഏറെ ശാന്തവും പ്രശാന്തവുമായ ഒരു ഗ്രാമപ്രദേശം. പരസ്പരം അറിയുന്നവരും സ്നേഹത്തോടെ കഴിയുന്നവരുമായ കുറച്ചു മനുഷ്യർ അധിവസിക്കുന്ന ആ നാട്ടിലേക്ക് അപ്രതീക്ഷിതമായാണ് ഒരു വൻ ദുരന്തം കടന്നുവന്നത്. ഒരു സാധാരണ കുടുംബത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും തച്ചുടച്ച ആ സംഭവം കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ തന്നെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അച്ഛനും അമ്മയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകളുമടങ്ങുന്നതായിരുന്നു ആ കൊച്ചു കുടുംബം. നിത്യവൃത്തിക്കായി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരായിരുന്നു ആ മാതാപിതാക്കൾ. തങ്ങളുടെ വിയർപ്പിന്റെ പ്രതിഫലം മുഴുവൻ അവർ സ്വരുക്കൂട്ടിവെച്ചത് തങ്ങളുടെ പൊന്നോമനയുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു. 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ അടുത്തു നിൽക്കുന്ന സമയമായതിനാൽ പഠനത്തിലേറെ മികവ് പുലർത്തിയിരുന്ന ആ പെൺകുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ അവർ ശ്രമിച്ചിരുന്നു. സംഭവം നടന്ന ആ ദുർദിനത്തിൽ മാതാപിതാക്കൾ പതിവുപോലെ തങ്ങളുടെ ജോലികൾക്കായി പുറപ്പെട്ടു. വീട്ടിൽ ആരുമില്ലാത്ത സമയം അവൾക്ക് യാതൊരു ശല്യവുമില്ലാതെ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ കഴിയുമല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ആ അച്ഛനും അമ്മയും വീട് വിട്ടിറങ്ങിയത്. പകൽ സമയം ആരുടെയും ശല്യമില്ലാതെ പഠനത്തിൽ മുഴുകാൻ അവൾക്കും അത് സൗകര്യപ്രദമായിരുന്നു. ആ ഗ്രാമത്തിലെ പാതയോരത്തുള്ള ആ വീട്ടിൽ അവൾ തനിച്ചായി. എന്നാൽ ഉച്ചതിരിഞ്ഞ സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ക്രൂരതയുടെ മുഖം ആ വീട്ടിലേക്ക് കടന്നുവരികയായിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിതയായി തിരികെ വന്ന അമ്മ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് സ്വന്തം ജീവന്റെ പാതിയായ മകൾ ചലനമറ്റ് കിടക്കുന്ന കാഴ്ചയാണ്. അവളുടെ കഴുത്തിൽ ഒരു തോർത്ത് മുറുക്കിയ നിലയിലായിരുന്നു. ശരീരമാസകലം അതിക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെയും ബലപ്രയോഗം നടന്നതിൻ്റെയും പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. താങ്ങാനാവാത്ത ആ കാഴ്ചയ്ക്ക് മുന്നിൽ ആ അമ്മയുടെ സമനില തെറ്റി. അവരുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി കേട്ടാണ് സമീപവാസികൾ ആ വീട്ടിലേക്ക് ഓടിയെത്തിയത്. കൂടി നിന്നവർ പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ടുവെന്നുറപ്പായി. അധികം വൈകാതെ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും നിയമപാലകർ സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്വന്തം വീടിനുള്ളിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് കേരളമെമ്പാടും പടർന്നത്. സുരക്ഷിതമെന്ന് കരുതുന്ന സ്വന്തം വീടിനുള്ളിൽ പോലും പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയില്ലേ എന്ന വലിയൊരു ചോദ്യം സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നുവന്നു. മാതാപിതാക്കളുടെ ആശങ്കകൾ അതിരുകടന്നു. അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. മാധ്യമങ്ങളിൽ ഈ സംഭവം വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു. പൊതുസമൂഹത്തിന്റെ രോഷവും ഭയവും സർക്കാരിനും പോലീസ് സേനയ്ക്കും മേൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. എത്രയും വേഗം കുറ്റവാളിയെ കണ്ടെത്തുക എന്നത് പോലീസിന്റെ അഭിമാന പ്രശ്നമായി മാറി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചു. റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രാദേശിക പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എന്നാൽ കേസ് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ കാത്തിരുന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. കൊലപാതകം നടന്ന മുറിയിലോ വീടിന്റെ പരിസരത്തോ പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്ന യാതൊരുവിധ തെളിവുകളും അവശേഷിച്ചിരുന്നില്ല. മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾക്കപ്പുറം പ്രതിയുടേതായ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. വീടിന്റെ വാതിലുകളോ ജനലുകളോ തകർക്കപ്പെട്ടിരുന്നില്ല. പകൽ സമയത്ത് ആരും ആ വീട്ടിലേക്ക് പോകുന്നതോ സംശയാസ്പദമായ ആരെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതോ ആരും കണ്ടിരുന്നില്ല. യാതൊരു ശബ്ദവും പുറത്തേക്ക് കേട്ടിരുന്നുമില്ല. തീർത്തും ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു ആ കൊലപാതകം അരങ്ങേറിയത്. സാധാരണയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ഒന്നുകിൽ മുൻവൈരാഗ്യമുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടവരോ അതുമല്ലെങ്കിൽ പ്രദേശവാസികളായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആയിരിക്കും പ്രതിസ്ഥാനത്ത് വരിക. എന്നാൽ ഈ പെൺകുട്ടിക്കോ കുടുംബത്തിനോ ആരോടും യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് വലിയ തോതിലുള്ള മോഷണവും നടന്നിരുന്നില്ല. പൂർണ്ണമായും യാദൃച്ഛികമായി നടന്ന യാതൊരു മുൻവൈരാഗ്യവുമില്ലാത്ത ഒരു കൊലപാതകം അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിൽ സൂചി തിരയുന്നതിന് തുല്യമായിരുന്നു. ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ആദ്യം പരിശോധിച്ചത് ആ പ്രദേശത്തെ മൊബൈൽ ഫോൺ ടവറുകളിൽ നിന്നുള്ള വിവരങ്ങളായിരുന്നു. സംഭവം നടന്ന സമയത്ത് ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ ഇത്രയധികം നമ്പറുകൾ പരിശോധിച്ച് അതിൽ നിന്ന് സംശയാസ്പദമായ ഒന്ന് കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരവും സമയമെടുക്കുന്നതുമായ പ്രവൃത്തിയായിരുന്നു.
അതിനായി സൈബർ വിദഗ്ധരുടെ ഒരു വലിയ സംഘത്തെ തന്നെ നിയോഗിച്ചെങ്കിലും ഉടനടി ഫലം ലഭിക്കുന്ന ഒരു തെളിവും അതിൽ നിന്ന് ലഭ്യമായില്ല. തുടർന്ന് അന്വേഷണ സംഘം തങ്ങളുടെ ശ്രദ്ധ പ്രാദേശികമായ വിവരശേഖരണത്തിലേക്ക് തിരിച്ചു. ആ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ അതിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിൽ ഒരു മരണാനന്തര ചടങ്ങ് നടന്നിരുന്നു. അതിനാൽ ആ വഴിയിലൂടെ അന്ന് സാധാരണയിൽ കവിഞ്ഞ ജനത്തിരക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആ പ്രദേശത്തുകൂടി അന്ന് കടന്നുപോയ ഏകദേശം 500ഓളം ആളുകളെ പോലീസ് നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. അവിശ്രമമായ ഈ ചോദ്യം ചെയ്യലുകൾക്കിടയിലാണ് അന്വേഷണത്തിന്റെ ഗതി മാറ്റിയ ഒരു നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെട്ടവരിൽ പ്രദേശവാസികളായ ചില കുട്ടികൾ നൽകിയ മൊഴിയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. സംഭവം നടന്ന ദിവസം ഉച്ചയോടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ ഒരു ഓട്ടോറിക്ഷ കേടായി കിടക്കുന്നത് കണ്ടുവെന്ന് അവർ പോലീസിനോട് പറഞ്ഞു. ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ വാഹനത്തിന്റെ പുറകിലിരുന്ന് എന്തോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടായിരുന്നു. വഴിയിൽ കേടായി കിടന്ന ആ വാഹനം തള്ളിമാറ്റാൻ കൊല്ലപ്പെട്ട പെൺകുട്ടിയും മറ്റു കുട്ടികൾക്കൊപ്പം കൂടി ആ ഡ്രൈവറെ സഹായിച്ചിരുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചു. എന്നാൽ ആ ഡ്രൈവർ ആരാണെന്നോ വാഹനത്തിന്റെ നമ്പർ എന്താണെന്നോ ആർക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. കുട്ടികൾ തങ്ങളുടെ വഴിക്ക് പോവുകയും ചെയ്തു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്നേ ദിവസം ആ വഴിയിലൂടെ കടന്നുപോയ ഒരു വലിയ യാത്രാവാഹനത്തിന്റെ ഡ്രൈവർ നൽകിയ മൊഴി കേസിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറി. അയാൾ ആ വഴിയിലൂടെ വാഹനമോടിച്ചു പോകുമ്പോൾ ഈ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. വാഹനം കേടായതുകൊണ്ടാകാം ദീർഘനേരം ആ ഓട്ടോറിക്ഷ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അയാൾ പോലീസിനോട് സ്ഥിരീകരിച്ചു. എന്നാൽ അയാൾക്കും ആ ഓട്ടോറിക്ഷയുടെ നമ്പർ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അയാളുടെ സൂക്ഷ്മമായ നിരീക്ഷണ പാടവം പോലീസിന് നൽകിയത് പ്രതിയിലേക്കുള്ള ഏറ്റവും വ്യക്തമായ അടയാളമായിരുന്നു. ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ ഒരു പ്രത്യേകതരം ചിത്രമുണ്ടായിരുന്നുവെന്ന് അയാൾ ഓർത്തെടുത്തു. ഒരു ആലിലയുടെ മുകളിൽ യേശുക്രിസ്തു കിടക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമായിരുന്നു അത്. സാധാരണയായി ആലിലയിൽ കൃഷ്ണൻ കിടക്കുന്ന ചിത്രങ്ങളാണ് കാണാറുള്ളത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ യേശുക്രിസ്തുവിനെ ആലിലയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ കലാരൂപം ആ ഡ്രൈവറുടെ മനസ്സിൽ പതിയുകയും അത് പോലീസിന് കൃത്യമായി വിവരിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്തു. ഈ ഒറ്റ സൂചന വെച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും അന്വേഷണ സംഘം സന്ദേശം കൈമാറി. ആലിലയിൽ യേശുക്രിസ്തുവിന്റെ ചിത്രമുള്ള ഓട്ടോറിക്ഷ എവിടെ കണ്ടാലും കസ്റ്റഡിയിലെടുക്കാനായിരുന്നു നിർദ്ദേശം. പോലീസിന്റെ അക്ഷീണമായ പരിശ്രമത്തിനൊടുവിൽ രാജമ്മ എന്നു പേരുള്ള ആ ഓട്ടോറിക്ഷ അവർ കണ്ടെത്തി. തുടർന്ന് അതിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കേരളത്തെ നടുക്കിയ ആ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവ ദിവസം തന്റെ ഓട്ടോറിക്ഷ പെൺകുട്ടിയുടെ വീടിനു മുന്നിൽ വച്ച് കേടാകുകയും അത് നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർ സഹായിക്കുകയും ചെയ്തുവെന്ന് പ്രതി സമ്മതിച്ചു. തുടർന്ന് വാഹനം നന്നാക്കാനായി ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. അവൾ ആ ആയുധം എടുത്തു നൽകുകയും അയാൾ വാഹനം നന്നാക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ തിരികെ നൽകാനെന്ന വ്യാജേന അയാൾ വീണ്ടും ആ വീട്ടിലേക്ക് കടന്നുചെന്നു. വീട്ടിൽ മറ്റാരുമില്ലെന്നും അവൾ തനിച്ചാണെന്നും മനസ്സിലാക്കിയ അയാളിലെ മൃഗീയമായ ചോദന ഉണർന്നു. പെൺകുട്ടിയെ കടന്നുപിടിക്കുകയും അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ബലമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം അവൾ പുറത്തു പറയുമെന്ന ഭയം കാരണം കഴുത്തിൽ കിടന്നിരുന്ന തോർത്തുപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണമുറപ്പാക്കിയ ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനു മുൻപായി ആ പെൺകുട്ടി അണിഞ്ഞിരുന്ന ഒരു സ്വർണമോതിരം ഊരിയെടുക്കാനും അയാൾ മറന്നില്ല. പ്രതിയുടെ കുറ്റസമ്മതം മാത്രം കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്ന് നന്നായി അറിയാമായിരുന്ന പോലീസ് ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തി. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച ആ സ്വർണമോതിരം പ്രതി അന്ന് തന്നെ ഒരു പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു. പോലീസ് സംഘം പ്രതിയുമായി അവിടെ എത്തുകയും അയാളുടെ സാന്നിധ്യത്തിൽ തന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് മോതിരം തുണ്ടി മുതലായി കണ്ടെടുക്കുകയും ചെയ്തു. ഈ നിർണായക തെളിവ് പ്രതിയെ കൃത്യവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണിയായി മാറി. ഇതിനു പുറമെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും കൃത്യമായി കോർത്തിണക്കി. യാതൊരു പഴുതുകളും അവശേഷിപ്പിക്കാതെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി. പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു.
ഇതുവഴി പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ പഴുതുകളും അടയുകയും വിചാരണ കാലയളവ് മുഴുവൻ അയാൾക്ക് ജയിലിൽ തന്നെ കഴിയേണ്ടി വരികയും ചെയ്തു. സംഭവം നടന്ന് 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയായി. ഡൽഹിയിൽ നടന്ന അതിദാരുണമായ നിർഭയ സംഭവത്തിന് ശേഷം രാജ്യമെമ്പാടും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന കാലയളവിലായിരുന്നു ഈ വിധി വന്നത്. കോടതി എല്ലാ തെളിവുകളും വിശദമായി പരിശോധിച്ചു. പ്രതി ചെയ്തത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ കുറ്റകൃത്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പ്രതിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇതിനു പുറമെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് ജീവപര്യന്തം തടവും, മോഷണം നടത്തിയതിന് 10 വർഷം കഠിന തടവും, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഭവനഭേദനം നടത്തിയതിന് മറ്റൊരു 10 വർഷം കഠിന തടവും വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവായി. ഈ വിധി രാജ്യമെമ്പാടും വലിയ രീതിയിൽ വാർത്തയാകുകയും പൊതുസമൂഹത്തിന് വലിയൊരു ആശ്വാസം നൽകുകയും ചെയ്തു. തികച്ചും ഇരുട്ടിൽ തപ്പുകയായിരുന്ന ഒരു അന്വേഷണത്തെ വിജയത്തിലേക്ക് നയിച്ചത് സമൂഹത്തിന്റെ ജാഗ്രതയും സഹകരണവുമാണ്. വഴിയിൽ കണ്ട ഒരു ചെറിയ ചിത്രത്തിന്റെ ഓർമ്മ കൃത്യമായി പോലീസിന് കൈമാറിയ ഒരു സാധാരണക്കാരനായ ഡ്രൈവറുടെ നിരീക്ഷണ പാടവമാണ് വലിയൊരു കുറ്റവാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചത്. കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് പോലീസിന് എത്രത്തോളം സഹായിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ അന്വേഷണ ചരിത്രം ഇന്നും നിലനിൽക്കുന്നു. സമൂഹത്തിന്റെ കൂട്ടായ ശ്രദ്ധയും നിയമപാലകരുടെ അർപ്പണബോധവും ഒന്നിക്കുമ്പോൾ ഏതൊരു വലിയ കുറ്റവാളിക്കും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്ന വലിയ പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.